എടാ എന്റെ ഒരു ഡൗട്ടാണ്, ഈ ആമയ്ക്ക് എങ്ങനെയാ തോട് വന്നേ? അതിനൊരു കഥയുണ്ട്. ഈ ആമക്ക് ഈ തോട് വരണതിന് മുമ്പ് ഉള്ള ഒരു കഥയാണ്. തോടില്ലാത്ത ആമ അപ്പൊ എങ്ങനായിരുന്നു കാണാൻ? അത് ഈ ഉടുമ്പില്ലേ, ഈ ഉടുമ്പിന്റെ കുഞ്ഞമ്മയുടെ മക്കളായിരുന്നു ഈ ആമയൊക്കെ. അത് തോട് വരണതിന് മുമ്പ്, തോടില്ലാത്തതിന് മുമ്പ് ഇവർക്ക് നടക്കുകയൊക്കെ ചെയ്യാം, അത്യാവശ്യം മരത്തിലൊക്കെ കയറാം. പക്ഷെ ഇവന്മാര് ഈ ആമവർഗ്ഗക്കാര് ഭയങ്കര മടിയന്മാരായിരുന്നു. ഇവരൊരു പണിയും എടുക്കത്തില്ല. എപ്പോ നോക്കിയാലും ഏതായാലും മൂലക്കോ ഇങ്ങനെ ചുരുണ്ട് കിടക്കും. അപ്പൊ ഈ ആമകളെ കൊണ്ടിട്ട് ഇവരുടെ കുടുംബക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ആമ ചെറുക്കന്റെ ഈ വീട്ടിലെ ഭാര്യ മക്കളോ അല്ലെ അമ്മയോ, ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി ഇവരെ കൊണ്ട്. ഇവർക്ക് വീടില്ല, പ്രത്യേകിച്ച് അതാണ് ഒരു കാര്യം. ഈ ഭർത്താക്കന്മാരും മക്കളൊന്നും ചെയ്യാത്തതുകൊണ്ടിട്ട് ഇവർക്ക് വീടും കൂടിയൊന്നും ഇല്ലാണ്ട് ഇവരാകെ ദുരിതം അനുഭവിക്കുന്നവരാണ് ഈ വീട്ടിലെ പെണ്ണുങ്ങൾ, ഈ അമ്മമാര്, മുത്തശ്ശിമാര്, ഭാര്യമാരൊക്കെ. അപ്പൊ ഇവര് ദൈവത്തിനെ വിളിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകത്തൂല്ല. ഈ ദൈവത്തിനെ വിളിക്കണെന്ന് വെച്ചാൽ ഇവര് ഹൃദയം തകർന്നിട്ടൊരു പാട്ടിലൂടെയൊക്കെയാണ് ഇവര് ദൈവത്തിനെ വിളിക്കണത്. അതേത് പാട്ട്? ആമ സ്ത്രീകളെല്ലാരും ഹൃദയം തകർന്നിട്ട് ഒരു വീടാ തോടാ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞ് ദൈവത്തിനെ വിളിക്കണ ആ ഒരു പാട്ട് നിനക്ക് ഞാൻ പാടിത്തരാം. ഹൃദയം തകർന്ന് പാടുന്ന പാട്ടാണ്, അത് കേട്ട് ചിരിക്കരുത്. അയ്യോ, ആരെങ്കിലും കരയുന്ന കേൾക്കുമ്പോ എങ്ങനെ ചിരിക്കുന്നേ? ഞാൻ പാട്ടിലോട്ട് കിടക്കാം. നിൽക്കാനിടമില്ല, ഇരിക്കാനിടമില്ല, കിടക്കാൻ ഞങ്ങൾക്കൊരു വീടില്ല. മഴക്കാലം വന്നാല് ഞങ്ങൾക്ക് നിൽക്കാനായി കാട്ടിലെങ്ങും വീടും കുടിയില്ല. വീട് തന്നോടെ ഞങ്ങൾക്ക്, തോട് തന്നോടെ. ചൂടുകാലം വന്നാല് ഞങ്ങൾക്ക് നിൽക്കാനായി കാട്ടിലെങ്ങും വീടും കുടിയില്ല. വീട് തന്നോടെ ദൈവമേ, തോട് തന്നോടെ. എന്തിനാ അവര് ഹൃദയം തകർന്ന ഒരു വീട് എന്ന് പറയണ കേട്ടിട്ട് ബാക്കി പോരട്ടെ. ഈ ഹൃദയം തകർന്നവർ പാടണ പാട്ട് ദൈവം ഈ കേട്ടിട്ട് ഇവരുടെ വിഷമം കണ്ട് സഹിക്കാൻ പറ്റാണ്ട് ദൈവം വന്നിട്ട് ഓരോ ആളുകൾക്കും വെച്ചിട്ട് ഓരോ തോട് വീടായിട്ട് കൊടുക്കണായിട്ട് ഇവരുടെ അടുത്ത് പറയണേണ്, ആ തോടിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് കിടക്കാൻ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞിട്ട് ഇവർക്ക് ഒരു അനുഗ്രഹം കൊടുക്കണേ ആ തോട്. അപ്പൊ അതിനുശേഷം എല്ലാ ആമകൾക്കും തോടുണ്ടാവും. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തോടും വെച്ചിട്ട് വേണം എല്ലായിടത്തും പോകാനായിട്ട്. അതൊരു പയ്യെ പോകേണ്ടി വരും, അത് മാത്രമേ ഒരു പ്രശ്നമായിട്ടുള്ളൂ. പക്ഷെ ഇവർക്ക് ഒരു വീട് വേണ്ടി വരത്തില്ല. തോട് വന്നതിന് ശേഷം ആണാമകൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതെന്ത് ചില ആണാമകൾക്ക് മാത്രം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നത്? അത് വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്.